ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എന്നും നാരങ്ങ പിഴിയാതെ ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമുക്ക് ചില മനുഷ്യർക്കാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ കിടന്നാലും അത് പിഴിഞ്ഞു കുടിക്കാനുള്ള ഒരു മടി വേണം അല്ലെ? എനിക്കുണ്ട് കേട്ടോ. കിടന്നാലും ഞാൻ അങ്ങനെ പിഴിഞ്ഞു കുടിക്കാറില്ല. അപ്പൊ നമുക്ക് ഈ മടിയുള്ളവർക്ക് എന്നും ഇപ്പൊ ദാഹിച്ചൊക്കെ പെട്ടെന്ന് കയറി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു ഗ്ലാസ്സിനകത്തോട്ട് പെട്ടെന്ന് ഇച്ചിരി എടുത്ത് കലക്കി നമുക്ക് പെട്ടെന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇതുപോലെ കുറച്ച് നാരങ്ങ എടുത്തതിന് ശേഷം ഒരു തട്ടത്തിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം. അതിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. നമ്മൾ ഈ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ കുരുക്കളൊക്കെ, ഈ നാരങ്ങയുടെ കുരുക്കളൊക്കെ അതിനകത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴത് ഒക്കുന്നതൊക്കെ നമ്മൾ പറക്കി കളയണം. ഈ ഉണങ്ങി കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് പറക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ പിഴിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ പറക്കി എടുക്കാൻ പറ്റത്തില്ല, ഈ നനവുള്ളതുകൊണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ട് പറക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ പഞ്ചസാരയായിട്ട് ഈ നീര് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു വലിയ തട്ടത്തിനകത്തോട്ട് ഇത് നന്നായിട്ട് നിരത്തി വെക്കണേ. നിരത്തി വെച്ച് ഇത് ഫാനിന്റെ കീഴിൽ നമ്മൾ ഉണങ്ങാൻ വെക്കണം കേട്ടോ. പുറത്തൊന്നും വെക്കരുത്, ഫാനിന്റെ കീഴിലേ വെച്ച് ഉണക്കാവേ. ഫാനിന്റെ കീഴിൽ വെച്ച് ഉണക്കി എടുത്തപ്പോ നമുക്ക് ഇതുപോലെ കിട്ടി കേട്ടോ. ഒരു രാത്രി മുഴുക്കലും ഞാൻ ഫാനിന്റെ കീഴിൽ വെച്ചിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എടുത്തിട്ടാണ് ഞാൻ പൊടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പിഴിയുന്ന സമയത്താണെങ്കിൽ കുറച്ച് കുരുക്കളൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് പറക്കി കളയണേ. ഞാൻ ആദ്യം തന്നെ കുറെയൊക്കെ പറക്കി കളഞ്ഞായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങൊക്കെ കിടക്കണം, നമുക്ക് പറക്കി എടുക്കാനും പറ്റുമേ. എന്നിട്ട് അതിനുശേഷം അതെല്ലാം പറക്കി കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഒരു ബൗളിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ ഒരു കുറച്ച് വെള്ളത്തിനകത്തോട്ട് കലക്കി നമുക്ക് നാരങ്ങ വെള്ളമായിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.